സ്വാമി അയ്യപ്പോ അയ്യപ്പോ സ്വാമി സ്വാമി ശരണം അയ്യപ്പ ശരണം അയ്യപ്പോ സ്വാമി. വിശദമായ വാർത്തകളിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് തൃശ്ശൂരിലേക്കാണ്. അവിടെയാണ് ഇളവള്ളിയിൽ ശബരിമല വ്രതത്തിലായിരുന്ന വിദ്യാർത്ഥിക്ക് കറുപ്പ് വസ്ത്രത്തിന്റെ പേരിൽ സ്കൂൾ പ്രവേശനം നിഷേധിച്ചതായുള്ള പരാതി ഉയരുന്നത്. ബ്രഹ്മകുളം ഗോകുലം പബ്ലിക് സ്കൂളിനെതിരെ പ്രതിഷേധവുമായി നിലവിൽ ഹിന്ദു ഐക്യവേദി രംഗത്തെത്തിയിട്ടുണ്ട്. നവംബർ 3 മുതൽ കുട്ടിക്ക് സ്കൂളിൽ പ്രവേശനം നിഷേധിച്ചതായും പഠനം വിലക്കിയതായുമാണ് ആരോപണമുയരുന്നത്. മുസിനാസു വിവരങ്ങൾ നൽകും. മുസിന, കറുപ്പ് വസ്ത്രമിട്ട് ശബരിമലയ്ക്ക് പോകാൻ ആണ് ആ കുട്ടിയുടെ തീരുമാനം. അതിനിടയിൽ ഈ യൂണിഫോം നിർബന്ധമായിരിക്കണം ആ സ്കൂളിൽ. അതിന്റെ പേരിലാണ് ഇപ്പോൾ പ്രവേശന വിലക്ക് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചത്? സ്കൂളിനെതിരെ ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. എന്ത് പറയുന്നു? ജിൽസി, നമുക്കറിയാം ഈ കൊച്ചി പള്ളുരുത്തി സ്കൂളിലെ യൂണിഫോം വിവാദത്തിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ തൃശൂർ. വിശ്വാസവും വിദ്യാഭ്യാസവും വിദ്യാർത്ഥിക്ക് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന അവകാശം, അത് ഹനിക്കുവാൻ ഗോകുലം സ്കൂളിന് എന്ത് അവകാശം? ഹിന്ദുവിനും ആചാരങ്ങൾ സംരക്ഷിക്കാൻ അവകാശമുണ്ട്. ഹിന്ദു ഐക്യവേദി. ഇത് RSSകാര് ഈ ഗോകുലം സ്കൂളിന് മുന്നിൽ നടത്തിയ ഈ പ്രതിഷേധം, ആ പ്രതിഷേധത്തിൽ പിടിച്ചിരിക്കുന്ന ഒരു ബാനറാണ്. എന്താണ് ബാനറിൽ പറഞ്ഞിരിക്കുന്നത്? വിദ്യാഭ്യാസവും വിശ്വാസവും ഭരണഘടന അനുവദിച്ച് നൽകുന്ന മൗലിക അവകാശമാണ് എന്നാണ് ഈ പറയുന്ന RSS നടത്തിയ പ്രതിഷേധ മാർച്ചിൽ അല്ലെങ്കിൽ പ്രതിഷേധത്തിൽ പിടിച്ചിരിക്കുന്ന ബാനറിൽ എഴുതി വെച്ചിരിക്കുന്ന വാചകം. അപ്പോ വിദ്യാഭ്യാസവും വിശ്വാസവും മൗലിക അവകാശമാണ്. ആ കാര്യത്തിൽ നമുക്ക് ഒരു തർക്കവും ഇല്ല കേട്ടോ. ഈ ഇന്ത്യ രാജ്യത്തുള്ള എല്ലാവർക്കും അവരുടെ മൗലികമായ അവകാശങ്ങൾ ഭരണഘടന എഴുതി നൽകിയിട്ടുണ്ട്. പിന്നെ എന്താണ് വിഷയം എന്ന് ചോദിച്ചാല്, മാസങ്ങൾക്ക് മുമ്പ് പള്ളുരുത്തിയിലെ സെന്റ് റീതാസ് സ്കൂള്, അവിടെ തല മറച്ചുകൊണ്ട് എത്തിയ വിദ്യാർത്ഥിനിക്ക് നേരിടേണ്ടി വന്ന ഒരു പ്രതിസന്ധി. ആ പ്രതിസന്ധിയിൽ ഈ പറഞ്ഞ ആളുകളുടെ നിലപാടുകൾ എന്തായിരുന്നു? അതുമായി ബന്ധപ്പെട്ട് നിരവധി വീഡിയോ ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. സെന്റ് റീതാസ് സ്കൂളിന്റെ ഈ പറഞ്ഞ ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട് അനവധി വീഡിയോകൾ ചെയ്ത വ്യക്തിയാണ് ഞാൻ. അതിനെ അനുകൂലിച്ചുകൊണ്ട് കേരളത്തിന്റെ പൊതുസമൂഹം ആ വിദ്യാർത്ഥിക്ക് ഒപ്പം നിന്നപ്പോ പല സംഘ് പരിവാർ കേന്ദ്രങ്ങളും, ഈ ചാണകം തിന്നുന്ന മൂത്രം കുടിക്കുന്ന സംഘികള്, അതിൽ ക്രിസംഘികളുണ്ട്, അല്ലാത്ത സംഘികളുണ്ട്. ഈ സംഘികള്, കാസക്കാര്, ക്രിസംഘികള്, സംഘികള്, ഇവര് അന്ന് പറഞ്ഞത് എന്താ? അത് സ്കൂളിന്റെ നിയമം അനുസരിച്ച് മാത്രമേ പറ്റുള്ളൂ, അല്ലാത്തവർ സ്കൂൾ വിട്ടു പോകണം. ഇവിടെയും അത് തന്നെയാ സംഭവം. സ്കൂളിന്റെ നിയമമാണ്, യൂണിഫോം ഇട്ട് വന്നാൽ മാത്രമേ കേട്ടുള്ളൂ എന്നാണ് സ്കൂൾ മാനുവലിൽ ഉള്ള കാര്യമാണ്. യൂണിഫോം ഇടാത്ത വ്യക്തിയെ കയറ്റില്ല എന്നാണ്, വിദ്യാർത്ഥിയെ കയറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോ ഇവിടെ സ്കൂളിന്റെ നിയമമില്ലേ? സ്കൂളുകൾക്ക് നിയമമുണ്ട് എന്നാണല്ലോ പറയുന്നത്. പ്രത്യേകിച്ച് ഇത്തരത്തില് ഈ പറയുന്ന മാനേജ്മെന്റ് സ്കൂളുകളിൽ ഒക്കെ സ്കൂളുകൾക്കുള്ള അതിൻ്റെതായ നിയമങ്ങളുണ്ട്. അത് പറ്റാത്തവര് എവിടെ വേണമെങ്കിലും പോയിക്കോട്ടെ എന്ന്. മനസ്സിലായില്ലേ? അന്ന് ഈ പറയുന്ന കുട്ടിക്ക് മൗലിക അവകാശം ഉണ്ടായില്ല. അന്ന് ഈ പറയുന്ന കുട്ടിക്ക് വിദ്യാഭ്യാസം മൗലിക അവകാശമായിരുന്നില്ല, വിശ്വാസം മൗലിക അവകാശമായിരുന്നില്ല, ഒന്നുമില്ല. അന്ന് പല വിധത്തിലുള്ള ന്യായീകരണങ്ങളാണ് നമ്മൾ കണ്ടത്. എന്തൊക്കെ ന്യായീകരണങ്ങൾ കണ്ടു? നിങ്ങൾ വേണമെങ്കിൽ അത്തരത്തില് നിങ്ങളുടെ അവകാശങ്ങൾ പറ്റുന്ന സ്കൂളിൽ പോയി പഠിച്ചോ, ഓരോരുത്തരുടെ ഇത്. മറ്റു ചിലര് ഈ പറയുന്ന ആളുകള് കുട്ടികളിൽ നമുക്ക് കേൾക്കുമ്പോൾ വളരെ നിഷ്പക്ഷവതികളാണ്. എന്താണ് നിഷ്പക്ഷം? കുട്ടികളിൽ എന്തിനാണ് ഇത്തരത്തിൽ വിശ്വാസത്തെ അടിച്ചേൽപ്പിക്കുന്നത്? ഇപ്പൊ ഇവിടെയോ വിശ്വാസത്തെ ആരും അടിച്ചേൽപ്പിക്കുന്നതോ ഒന്നുമല്ല. വിശ്വാസങ്ങളും എന്താണെങ്കിലും നമ്മള് ചുട്ടയിലുള്ള ശീലം ചുടല വരെ എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? ചെറുപ്പത്തിലുള്ള ശീലമാണ് നമ്മൾ ചുടല വരെ, മരണം വരെ ഉണ്ടാവുക എന്നുള്ളത്. ആ ശീലിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ കാര്യമെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇവിടെ അതവിടെ നിൽക്കട്ടെ. വിദ്യാഭ്യാസവും ഈ പറയുന്ന വിശ്വാസവും മൗലിക അവകാശമാണ് എന്ന് പറയുന്ന സംഘ് പരിവാർ കേന്ദ്രങ്ങൾ എന്തേ സെന്റ് റീതാസ് സ്കൂളിലെ ഹിജാബ് വിഷയത്തില് അവിടെ സ്കൂളിന്റെ നിയമമാണ് വലുത്, അവിടെ ഭരണഘടന ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ കൊടുത്താൽ കൊല്ലെത്തും എന്നൊക്കെ പറയുന്നതൊക്കെ പണ്ടാണ്. മനസ്സിലായില്ലേ?
ഇപ്പൊ അപ്പം ഏത് യുഗം ജൻസിയിലേക്ക് കടന്നപ്പോ എല്ലാത്തിനുമുള്ള മറുപടികൾ ഉടനടിയാണ്. കാലതാമസമില്ല. അതൊക്കെ പണ്ടത്തെ കാലത്ത് കാലതാമസം. ഇപ്പൊ കാലതാമസത്തിന്റെ കാര്യമില്ല. ഇപ്പൊ എല്ലാം റെഡിമെയ്ഡ് ആണ് മറുപടികൾ. യെസ്, കിട്ടേണ്ടത് എത്തിക്കൊള്ളുമ്പോ ഭരണഘടന വേണം, മൗലിക അവകാശങ്ങൾ വേണം, ഒക്കെ വേണം. ബട്ട് അത് മറ്റൊരുത്തന്റെ കാര്യത്തിലാകുമ്പോൾ അവിടെ മൗലിക അവകാശങ്ങളില്ല, ഭരണഘടനയില്ല, ഒരു മണ്ണാങ്കട്ടയുമില്ല. ഇതായിരുന്നല്ലോ നിലപാടുകൾ. ഇതിനു വേണ്ടിയായിരുന്നല്ലോ മുറവിളികൾ കൂട്ടിയത്. ഇന്നിപ്പോ സെന്റ് റീതാസ് സ്കൂളിൽ നിങ്ങൾ പ്രതിഷേധം കണ്ടില്ലേ? പ്രതിഷേധത്തിൽ എഴുതിയ മുദ്രാവാക്യം, ആ ബാനർ വളരെ വലിയ കാര്യമാണ്. നമ്മളിതില് ആ കുട്ടിയോടൊപ്പമാണ്. ആ കുട്ടിക്ക് മൗലികമായ അവകാശങ്ങളുണ്ട്, ആ വിദ്യാഭ്യാസം തുടരണം, അതോടൊപ്പം തന്നെ വിശ്വാസവും മുറുകെ പിടിക്കാൻ കഴിയണം എന്നുള്ളത് തന്നെയാണ്. ആ കാര്യത്തിലൊന്നും ഒരു തർക്കവുമില്ല. പിന്നെ ഈ പറയുന്ന ആളുകളുടെ ഭാഷ വെച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്താണ്, കുട്ടിക്ക് വേണമെങ്കിൽ സർക്കാർ സ്കൂളിലേക്ക് പോവാം, ഇതുപോലെ മലക്ക് പോവാൻ, ശബരിമലക്ക് പോവാൻ വ്രതമെടുക്കുന്ന കാലത്ത് കറുത്ത വസ്ത്രം ധരിക്കുന്ന, അത് ഉപയോഗിക്കാൻ കഴിയുന്ന ഏത് സ്കൂളാണ് അവിടെ പോയി പഠിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് ഈ ഗോകുലം സ്കൂളിൽ തന്നെ സാധ്യമാകണം എന്നുള്ള ഒരു നിലപാടുകാരനാണ് ഞാൻ. അപ്പോ ഇരട്ടത്താപ്പുകൾ അതിനെയാണ് നമ്മൾ തുറന്നു കാട്ടുന്നത്. മനസ്സിലായില്ലേ? ഈ പറയുന്ന സെന്റ് റീതാസ് സ്കൂളില് ഒരു മുസ്ലിം വിദ്യാർത്ഥിനി, ആ വിദ്യാർത്ഥി ഹിജാബ് ഇട്ട് വന്നപ്പോ അന്ന് ഈ പറയുന്ന കാസക്കാരും ക്രിസംഗികളും സംഘപരിവാർ കേന്ദ്രങ്ങളും നിരന്തരമായിട്ട് സ്കൂളിന്റെ നിയമമാണെന്ന് പറഞ്ഞുകൊണ്ട് വലിയ ന്യായീകരണങ്ങൾ ഇറക്കിക്കൊണ്ടിരുന്നവർക്ക് ഇവിടെയും സ്കൂളിന്റെ നിയമമാണ്, യൂണിഫോം ഇല്ലാണ്ട് പ്രവേശിപ്പിക്കില്ല എന്നുള്ളത് സ്കൂളിന്റെ മാനുവലിലുള്ള കാര്യമാണ്. മനസ്സിലായില്ലേ? അപ്പോ ഈ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇന്ന് ഭരണഘടന വലിയ വിഷയമാണ്. ഇന്ന് മനുസ്മൃതിയല്ല കാര്യം. ഇന്ന് മനുസ്മൃതിയല്ല കാര്യം, ഇന്ന് ഭരണഘടനയാണ്. മനസ്സിലായില്ലേ? ഈ ഭരണഘടന സെന്റ് റീതാസ് സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ ഭരണഘടന ഉണ്ടായിരുന്നില്ല. അന്ന് സ്കൂളിന്റെ യൂണിഫോം ആയിരുന്നു കാര്യം. ഈ സംഘപരിവാറുകാരന്റെ അപ്പം കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന ഏർപ്പാടുണ്ടല്ല, അവര് ആവശ്യം വരുമ്പോ ഭരണഘടന വലിയ വിഷയമാണ്, അതല്ലാതെ മനുസ്മൃതിയാണ് കാര്യം. ഇനി അവിടെയുമല്ല, ഇനി മറ്റൊരുത്തിനെ തോണ്ടാൻ കിട്ടുന്ന അവസരമാണെങ്കിൽ അത് സ്കൂളിന്റെ നിയമമാണ് വലുത്. ഇതൊക്കെയാണ് ഈ രാജ്യത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ഈ രാജ്യത്ത് എന്തിനേക്കാളും മുകളിൽ നിൽക്കുന്ന നിയമനിർമ്മാണം അല്ലെങ്കിൽ നിയമം എന്ന് പറയുന്നത് അത് ഇന്ത്യയുടെ ഭരണഘടന തന്നെയാണ്. ആ ഭരണഘടന അനുവദിച്ചു നൽകുന്ന ഒരു തരത്തിലുള്ള മൗലിക അവകാശങ്ങളെയും ഹനിക്കപ്പെടാൻ പാടില്ല എന്നുള്ള നിലപാടുകാരൻ തന്നെയാണ് ഞാൻ. പക്ഷേ ഈ പറയുന്ന ഇരട്ടത്താപ്പുകൾ, അത് ശബരിമലക്ക് പോകാൻ വ്രതമെടുത്ത് ആ കറുത്ത വസ്ത്രം അണിഞ്ഞ ഒരു കുട്ടിയുടെ കാര്യത്തിൽ മാത്രം ഉണ്ടായാൽ പോരാ. അത് ഈ രാജ്യത്തുള്ള എല്ലാ പൗരന്റെ കാര്യത്തിലും ഈ പറഞ്ഞ നിലപാടുകൾ ഉണ്ടാവണമെന്നുള്ള ഒരു അഭിപ്രായക്കാരൻ. അത് ഈ രാജ്യത്തെ എല്ലാ പൗരനും ഭരണഘടന അനുവദിച്ചു നൽകുന്ന അവകാശങ്ങളാണ്. മനസ്സിലായില്ലേ? പക്ഷേ ഈ ഒരു കാര്യത്തിൽ സംഘപരിവാറിന്റെ കൂടെ ഞാൻ നിൽക്കില്ല ഒരിക്കലും. സംഘപരിവാറുകാരനെ അവന്റെ തീട്ടം പോലത്തെ നാറുന്ന കുറെ നിലപാടുകൾ എന്നല്ലാതെ ഈ രാജ്യത്തെ വിഭജിക്കാനും ഈ രാജ്യത്ത് വിദ്വേഷങ്ങൾ ഉണ്ടാക്കുവാനും ഈ രാജ്യത്ത് സ്പർദ്ധയുണ്ടാക്കുവാനും ഒക്കെ തുനിഞ്ഞിറങ്ങുന്ന കുറെ എണ്ണം എന്നതിലപ്പുറത്തേക്ക് സംഘപരിവാറുകാരന്റെ ഈ പറയുന്ന നാടകങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത വ്യക്തിയാണ് ഞാൻ. അതിനെയൊക്കെ തികഞ്ഞ അവജ്ഞയോടുകൂടി തള്ളിക്കളയുക മാത്രമേ ഇന്ന് വരെ ചെയ്തിട്ടുള്ളൂ. ഇനിയുള്ള ജീവിതത്തിലും അത് മാത്രമേ ചെയ്യുകയുള്ളൂ. പക്ഷെ ആ വിദ്യാർത്ഥിയുടെ കാര്യത്തിൽ ഇപ്പൊ ആ വിദ്യാർത്ഥിക്ക് കഴിഞ്ഞ നവംബർ 3 മുതൽ ഈ നിമിഷം വരെ, നമ്മൾ സംസാരിക്കുന്ന നിമിഷം വരെ ഈ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. ആ കുട്ടിക്ക് സ്കൂളിൽ പഠിക്കാൻ പോകാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. കാരണം മാനേജ്മെന്റ് യൂണിഫോം അണിഞ്ഞു വന്നാൽ മാത്രമേ ക്ലാസ്സിൽ പ്രവേശിക്കുകയുള്ളൂ എന്നുള്ള ഒരു നിലപാടിലാണ് മാനേജ്മെന്റ് നിൽക്കുന്നത്. വിദ്യാർത്ഥിയാണെങ്കിൽ ഈ പറയുന്ന മല ചവിട്ടാൻ വേണ്ടിയിട്ട് വ്രതമെടുത്തിരിക്കുന്നു, അതുകൊണ്ട് കറുത്ത വസ്ത്രം അണിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് വിദ്യാർത്ഥിക്കാണെങ്കിൽ ആ കറുത്ത വസ്ത്രത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു നീക്കുപോക്കിലേക്കും വിദ്യാർത്ഥിക്കും സാധ്യമല്ല. ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ പോവാതെ ആ വിദ്യാർത്ഥിയുടെ പഠനം അത് സുഗമമായി നടക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം തന്നെയാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അതിനിടയിൽ ഈ പറയുന്ന സംഘപരിവാർ കേന്ദ്രങ്ങൾ ഇതിനെ മുതലെടുക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് അതൊരിക്കലും ഒരു
രാഷ്ട്രീയ ലക്ഷ്യമായിട്ട് മാത്രമേ അതിനെ കാണാൻ പറ്റുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് ഇതിനെ നമ്മൾ കാണേണ്ടത് അത് വിദ്വേഷങ്ങൾ വിഷം കുത്തി നിറക്കുവാനുള്ള ശ്രമങ്ങൾ ആയിട്ടാണ് നമ്മൾ അതിനെ കാണേണ്ടത്. അത് നമ്മൾ അങ്ങനെ അവജ്ഞയോടുകൂടി തള്ളുമ്പോഴും ഈ പറയുന്ന കാര്യങ്ങൾ വിഷം കുത്തി നിറക്കാനുള്ള ശ്രമങ്ങൾ അതിന്റെ ഭാഗമായിട്ട് മാത്രമേ ഇതിനെ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് കൂടി വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ അത് ശ്രീ ഗോകുലം പബ്ലിക് സ്കൂൾ ആയതും ഒരു കാര്യത്തില് ഈ കേരളത്തില് ഇതിനെ വലിയ ചർച്ചകളിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാതെ ഇവിടെ അവസാനിപ്പിക്കാനുള്ള ഒരു ഘട്ടം ആ സ്കൂളിന്റെ പേര് ഈ ശ്രീ ഗോകുലം സ്കൂൾ പബ്ലിക് സ്കൂൾ എന്നായതും വലിയ ഭാഗ്യമായി മാറിയിട്ടുണ്ട്. എന്താണെങ്കിലും സംഘപരിവാർ കേന്ദ്രങ്ങള് ഇന്നെങ്കിലും ഭരണഘടന, മൗലികാവകാശം, സംഘപരിവാർ ചാടകങ്ങൾ ഇപ്പോഴെങ്കിലും ഭരണഘടന, മൗലികാവകാശങ്ങൾ എന്നൊക്കെ ഉണ്ടെന്ന് സമ്മതിക്കുന്നുണ്ടല്ലോ. അത് തന്നെ വലിയ ഭാഗ്യമാണ്. കാരണം മനുസ്മൃതിയാക്കണം ഇന്ത്യയുടെ ഭരണഘടന എന്ന് അവകാശപ്പെടുന്നവര്, അതല്ലെങ്കിൽ സെന്റ് റീതാസ് സ്കൂളിൽ ഹിജാബ് വിഷയത്തിലേക്ക് വരുമ്പോൾ മാത്രം അവിടെ സ്കൂളിന്റെ നിയമമാണ് പ്രധാനപ്പെട്ടത് എന്ന് പറയുന്ന ആളുകൾക്കിടയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങള് അവർ ഓർക്കുന്നെങ്കിലും ചെയ്യുന്നത് തന്നെ വലിയ നമ്മുടെ ഒരു ഭാഗ്യമായിട്ട് നമ്മൾ അതിനെ കരുതേണ്ടതുണ്ട്. കാരണം ഇവരാണ് ഈ രാജ്യത്തെ വിഭജിക്കാൻ, ഈ രാജ്യത്തെ വിദ്വേഷങ്ങൾ കുത്തി നിറക്കാൻ, വിഷം കുത്തി നിറക്കാൻ പരിശ്രമങ്ങൾ നടത്തുന്ന ആളുകളാണ് ഇതൊക്കെ പറയുന്നത് എന്നുള്ള ഒരു എന്താ പറയേണ്ട അവസ്ഥയാണ് നമുക്ക് മുന്നിലുള്ളത്.